കുറച്ചു കാലമായില്ലേ നമ്മൾ മൂവി ഡയലോഗ്സ് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് നാടോടിക്കാറ്റിലെ ഒരു സീൻ എടുത്തിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാം. തുടങ്ങാം. മനസ്സിലായില്ല. അപ്പൊ ഇതിൽ മനസ്സിലായില്ല എന്ന് പറയുമ്പോ എന്താ ഈ നടക്കണേ എന്നുള്ള അർത്ഥമല്ലേ. മനസ്സിലായില്ല എന്ന് വെച്ചപ്പോ ഐ ഡിൻ ഗെറ്റ് ഇറ്റ് അല്ലെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എക്സാക്ട് ട്രാൻസ്ലേഷൻ കിട്ടുക. ഐ ഡിൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ വാട്ട്സ് ഹാപ്പനിങ് എന്ത് നടക്കണേ എന്നുള്ള അർത്ഥമായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വാട്ട്സ് ഹാപ്പനിങ്. സാർ ഇത് ഞങ്ങളാണ് സാർ. ഇത് ദാസൻ അല്ല, ഇത് വിജയൻ, ഞാൻ ദാസൻ. ഇത് ഞങ്ങളാണ്. എങ്ങനെ പറയാ സർ? ഇറ്റ്സ് അസ്. അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ. ഇറ്റ് ഈസ് അസ്. സർ ഇത് ഞങ്ങളാണ്. സർ ഇറ്റ്സ് അസ്. ഇത് ദാസൻ. എങ്ങനെ പറയാ? ദിസ് ഇസ് ദാസൻ. എന്നിട്ട് അല്ല എന്ന് പറയുന്നത് നോ നോ ദിസ് ഇസ് വിജയൻ. ഐ എം ദാസൻ. ഞാനാണ് ദാസൻ. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത്. അപ്പൊ ഇതിൽ നമുക്ക് പിടികിട്ടാത്തൊരു വേർഡ് കോപ്രായാണ്. അതിന്റെ ഇംഗ്ലീഷ് എന്താണെന്നല്ലേ? അപ്പൊ അത് മനസ്സിലായി. അതെങ്ങനെ പറയും? ഐ ഗോട്ട് ദാറ്റ്. അതെനിക്ക് മനസ്സിലായി. ഐ ഗോട്ട് ദാറ്റ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് അങ്ങനെ പറയാം. നോർമൽ ഇംഗ്ലീഷിൽ ചെറിയ ചെറിയ വേർഡ്സ് വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാനല്ലോ നമ്മൾ നോക്കുക. അപ്പൊ ഐ ഗോട്ട് ദാറ്റ് അത് മതി. എനിക്ക് കോപ്രായത്തിന്റെ അർത്ഥമാണ് മനസ്സിലാവാത്തത്. കോപ്രായത്തിന് നമുക്ക് ഒന്നില്ലെങ്കിൽ ബഫൂൺറി എന്ന് പറയാം, കോപ്രായ എന്ന അർത്ഥം. അല്ലെങ്കിൽ ടോം ഫുൾറി എന്ന് പറയാം. അതും കോപ്രായ എന്നുള്ള മീനിങ് വരുന്ന ഇംഗ്ലീഷ് വേർഡാണ്. ബഫൂൺറി അല്ലെങ്കിൽ ടോം ഫുൾറി. അപ്പൊ ഈ കോപ്രായത്തിന്റെ മീനിങ് എനിക്ക് മനസ്സിലാവാത്തത് എങ്ങനെ പറയാം? ഐ ഡിൻ ഗെറ്റ് ദ മീനിങ് ഓഫ് ദിസ് ബഫൂൺറി അല്ലെങ്കിൽ ഐ ഡിൻ ഗെറ്റ് ദ മീനിങ് ഓഫ് ദിസ് ടോം ഫുൾറി. ഇവന്റെ കണ്ണ് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത്. നിന്റെ കണ്ണിന് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത്. ഇത് എളുപ്പം ഉണ്ടാക്കാവുന്ന സെന്റൻസ് ആണ്. ഉണ്ടാക്കി നോക്കൂ. ഹിസ് ഐസ് ആർ നോട്ട് വെൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഹിസ് ഐസ് ആർ സോർ. കണ്ണിനുള്ള കേടുള്ള അപ്പൊ നമ്മൾ ഐസ് ആർ സോർ എന്ന് പറയും. ഹിസ് ഐസ് ആർ സോർ ഹെൻസ് ദ ഗ്ലാസസ്. നമുക്ക് ഫുൾ സെന്റൻസ് ആയിട്ട് ദാറ്റ് ഇസ് വൈ ഹി ഹാസ് വോൺ ഹിസ് ഗ്ലാസസ് എന്നൊക്കെ പറയാം. പക്ഷെ അതിനേക്കാളും സിമ്പിൾ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ മുഴുവൻ സെന്റൻസ് ഇങ്ങനെ ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ ഹെൻസ് ദ ഗ്ലാസസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കണ്ണട വെച്ചിരിക്കുന്നത്. തന്റെ താടിയോ? തന്റെ താടിയോ എന്ന് എങ്ങനെ ചോദിക്കും? വാട്ട് അബൌട്ട് യുവർ ബിയർഡ്? ഈ BARD ബിയർഡ് ശ്രദ്ധിക്കണം. BAR ബെയർ ആണ്. ഡി വരുമ്പം ബിയർഡ് ആണ്, ബേഡ് അല്ല കേട്ടോ. ബിയർഡ്. വാട്ട് അബൌട്ട് യുവർ ബിയർഡ്? അതിന്നവൻ ഷേവ് ചെയ്തില്ല. അതെങ്ങനെ പറയും? അത് ഇന്നവൻ ഷേവ് ചെയ്തില്ല. അതെങ്ങനെ പറയും? ഹി ഹാസന്റ് ഷേവ്ഡ് ടുഡേ. എന്നാള് ഷേവ് ചെയ്തിട്ടില്ല. ഹി ഹാസന്റ് ഷേവ്ഡ് ടുഡേ. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ? ഒരു ദിവസം ഷേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ? അപ്പൊ അതിങ്ങനെ പറയും. ഇപ്പൊ എന്തൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ആകുമോ എന്ന് ചോദിച്ചാൽ ഇഫ് യു ഡോണ്ട് ഡു ദീസ് തിങ്സ് വുഡ് ദിസ് ഹാപ്പൻ എന്നുള്ള രീതിയിൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഡസ് യുവർ ബിയർഡ് ഗ്രോ ഔട്ട് സോ മച്ച് ഇൻ എ സിംഗിൾ ഡേ അങ്ങനെയും ചോദിക്കാം. അപ്പൊ ആ ഒരു രീതി ഒന്ന് പഠിച്ചോളൂ. ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഡസ് ദിസ് ഹാപ്പൻ എന്നുള്ള രീതിയിൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത്? ഡസ് യുവർ ബിയർഡ് ഗ്രോ ഔട്ട് സോ മച്ച് ഇൻ എ സിംഗിൾ ഡേ. സോ മച്ച് എന്ന് വെച്ചാൽ ഇത്ര അധികം. ഇൻ എ സിംഗിൾ ഡേ എന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് വളരും. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ. വളരും. എങ്ങനെയാ പറയാം? യെസ് ഇറ്റ് ഡസ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് മുഴുവൻ നമ്മൾ ഉത്തരം ചിലപ്പോൾ പറയില്ലല്ലേ. ചെയ്യോ? ചെയ്യും. യെസ് ഇറ്റ് ഡസ്. എന്താണെന്നറിയില്ല, കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ. അതെങ്ങനെയാ പറയാം? എന്താണെന്നറിയില്ല. ഐ ഡോണ്ട് നോ വൈ ബട്ട് ഇറ്റ് റൺസ് ഇൻ മൈ ഫാമിലി. എന്തെങ്കിലും ഒരു കാര്യം റൺസ് ഇൻ മൈ ഫാമിലി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ എല്ലാവർക്കും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള സംഭവമാണ്. ആ ഒരു അർത്ഥമാണ് റൺസ് ഇൻ ദ ഫാമിലി എന്ന് പറഞ്ഞാൽ വരിക കേട്ടോ. അപ്പൊ അത് എളുപ്പം പഠിച്ചു വെക്കാം അല്ലെ. ഇറ്റ് ഇസ് ഹെറിഡിറ്ററി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാൾ നോർമൽ യൂസേജ് ഇറ്റ് റൺസ് ഇൻ ദ ഫാമിലി. ഇറ്റ് റൺസ് ഇൻ മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്റെ ഫാമിലിയിൽ സാധാരണ എല്ലാവർക്കും ഇങ്ങനെയാണ്. പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. പിന്നെയും നമ്മൾ പാരമ്പര്യമായിട്ടുള്ളത് പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച എന്നുള്ളത് ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഇറ്റ്സ് എ പെക്യൂലിയാരിറ്റി ഓഫ് മൈ ഫാമിലി. എന്റെ ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണത്. അത്ര മാത്രമേ ഞാൻ ഈ സെന്റൻസിൽ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ ഇറ്റ് റൺസ് ഇൻ ദ ഫാമിലി. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇറ്റ്സ് എ പെക്യൂലിയാരിറ്റി ഓഫ് മൈ ഫാമിലി. ഇതിന് തന്നെ ഫാമിലിയൽ പെക്യൂലിയാരിറ്റി അങ്ങനെ പറയാട്ടോ. ഒരു സംഭവത്തിന്റെ പ്രത്യേകത, ഫാമിലിയുടെ പ്രത്യേകത എന്നുള്ള അർത്ഥത്തില് ഇറ്റ്സ് എ പെക്യൂലിയാരിറ്റി ഓഫ് മൈ ഫാമിലി. ഓഹോ, അതിരിക്കട്ടെ. ഇന്നലെ കാലത്ത് വന്നിട്ട് ആരുടെ ചോദിച്ചാ പുറത്തു പോയത്? അതിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ അതവിടെ നിൽക്കട്ടെ എന്നുള്ള അർത്ഥത്തില് അതെങ്ങനെ പറയാം? ബൈ ദ വേ,
നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക് മാറ്റണമെങ്കിലൊക്കെ നമുക്ക് ഒന്നില്ലെങ്കിൽ എനിവേ അല്ലെങ്കിൽ എനിവേസ് അല്ലെങ്കിൽ ബൈ ദ വേ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ബൈ ദ വേ യൂസ് ചെയ്യാം. ഇന്നലെ ആരോട് ചോദിച്ചിട്ടാ രാവിലെ വന്നിട്ട് പുറത്തു പോയെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ രാവിലെ വന്നിട്ട് എന്നൊന്നും ഉപയോഗിക്കണില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? വിത്ത് ഹൂസ് പെർമിഷൻ ഡിഡ് യു ഗോ ഔട്ട് യെസ്റ്റർഡേ? അപ്പോ ഇന്നലെ ആരുടെ പെർമിഷനിലാണ്? അപ്പോ വിത്ത് ഹൂസ് പെർമിഷൻ, ആരുടെ പെർമിഷൻ എടുത്തിട്ടാണ് എന്ത് ചെയ്തത്? ഡിഡ് യു ഗോ ഔട്ട് യെസ്റ്റർഡേ? ലീവ് ലെറ്റർ പോലും എഴുതി വെക്കാത്ത എം ഡി ചൂടായിട്ടിരിക്കുക. ഇതിന് അടുത്ത സംഭവമാണ് ലീവ് ലെറ്റർ എഴുതി വെക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ്, പറയുന്ന രീതിയാണ് ലീവ് ലെറ്റർ എഴുതുക. ലീവ് എല്ലാ സ്ഥലത്തും ഉണ്ട്, ലീവ് ലെറ്റർ എല്ലാവരും എഴുതും. പക്ഷെ ലീവ് ലെറ്റർ എഴുതി വെച്ചിട്ട് പോവുക എന്നൊക്കെ പറയുന്നത് പുറത്ത് അങ്ങനെ റൈറ്റ് ദ ലീവ് ലെറ്റർ എന്ന് പറയില്ല. ലീവിന് അപ്ലൈ ചെയ്യാനാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അപ്ലൈ ഫോർ ലീവ് നമ്മൾ ഉപയോഗിക്കുക സാധാരണയായിട്ട്, അല്ലെങ്കിൽ റൈറ്റ് ദ ലീവ് ലെറ്റർ എന്ന് പറയില്ല കേട്ടോ. നമ്മുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷ് ആക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ദ എം ഡി ഈസ് ആംഗ്രി that you didn't even apply for leave. MD ചൂടായിട്ടിരിക്കുക. എന്ത് കാരണം കൊണ്ട്? The MD is angry that you didn't even apply for leave. That എന്ന് പറയുമ്പോൾ ബിക്കോസിന്റെ അർത്ഥം കേട്ടോ അവിടെ വരുന്നത്. The MD is angry that എന്ത് കാരണം കൊണ്ടാണ്? You haven't even applied for leave. അല്ലെങ്കിൽ you didn't even apply for leave. സർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു. അപ്പൊ ഈ വയറിളക്കത്തിന് നമ്മൾ ഡയറിയ എന്നുള്ള വാക്കാണ് പൊതുവെ ഉപയോഗിക്കുമെങ്കിലും കുറച്ച് കമ്പനി ആയിട്ടുള്ള ആൾക്കാരെടുത്ത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരെടുത്ത് ഇവിടെ ഒരു ഓഫീസിലാരെങ്കിലും ആണ് എന്നാൽ കൂടെ വേണമെങ്കിൽ ഡയറിയ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു വാക്കുകൂടി ഇതിന് പഠിച്ചു വെക്കാം. ഹാവ് ദ റൺസ് എന്ന് പറയും. നമുക്ക് വയറിളക്കത്തിന് റൺസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. ഐ ഹാഡ് ദ റൺസ് ഓൾ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദിവസം മുഴുവൻ വയറിളക്കമായിരുന്നു എന്ന് അർത്ഥം. കുറച്ചൊരു റൂട്ട് സ്ലാങ് ആണ്, പക്ഷെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെയാ പറഞ്ഞേ? സർ, ടു ബി ഓണസ്റ്റ്, ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറയുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാലാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോ ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നേക്കാളും ടു ബി ഓണസ്റ്റ് കുറച്ചുകൂടെ നല്ല യൂസേജ് ആണ്. സർ, ടു ബി ഓണസ്റ്റ്, വി ഹാഡ് എ കേസ് ഓഫ് ദ റൺസ്. അപ്പൊ വി ഹാഡ് എ കേസ് ഓഫ് ദ റൺസ്, അത് വേണേ. അപ്പൊ ഒന്നില്ലെങ്കിൽ വി ഹാഡ് ദ റൺസ് ഓൾ ഡേ അല്ലെങ്കിൽ വി ഹാഡ് എ കേസ് ഓഫ് ദ റൺസ് എന്നൊക്കെ പറയുമ്പോൾ വയറിളക്കം ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അല്ലേ? അങ്ങനെ ചോദിക്കാൻ വേണ്ടി റൈറ്റ്, ശരിയല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി റൈറ്റ് എന്നുള്ള വാക്ക് പൊതുവെ യൂസ് ചെയ്യും കേട്ടോ. കോമൺ ആയിട്ട് നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷില് അല്ലേ? ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയുന്നുണ്ട് ശ്രീനിവാസൻ. അങ്ങനെ പറയാം. യെസ്, ബോത്ത് ഓഫ് അസ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ബോത്ത് ഓഫ് അസ്, രണ്ടുപേർക്കും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ ബഹളത്തിനിടയിൽ എങ്ങനെ പറയാം? ഇൻ ദ മിസ്റ്റ് ഓഫ് ദ കെയോസ്. ആ ഒരു ബഹളം എന്ന് പറയുമ്പോ മെസ് എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മെസ് എന്ന് പറഞ്ഞാൽ ആകെ അലമ്പായി കിടക്കുന്ന ഡെസ്ക് ഒക്കെ മെസ്സായി എന്നൊക്കെ പറയാം. പക്ഷെ ആകെ ഒരു ബഹളം അലമ്പൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്ട് ഉള്ള വാക്ക് കെയോസ് ആണ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ കെയോസ് എന്ന് പറഞ്ഞാൽ ആ ബഹളത്തിന്റെ ഇടയിൽ. എംഡിയോട് നേരിട്ട് പറഞ്ഞാൽ മതി. എംഡിയോട് നേരിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെ പറയും? യു കൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഓൾ ടു ദ എംഡി. എല്ലാം എംഡിയുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഓൾ ടു ദ എംഡി. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. അതെങ്ങനെ പറയാം? വി വർക്ക് ആസ് അറ്റൻഡേഴ്സ് ഹിയർ. ഇവിടെ ഞങ്ങളുടെ ആ പൊസിഷന്റെ പേര്, ഡെസിഗ്നേഷന്റെ പേര് അറ്റൻഡർ എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? വി ആർ ദ അറ്റൻഡേഴ്സ് ഹിയർ അല്ലെങ്കിൽ വി വർക്ക് ആസ് അറ്റൻഡേഴ്സ് ഹിയർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. അഗൈൻ ലീവ് ലെറ്റർ എഴുതുക. അത് ഐ കുഡിന്റ് റൈറ്റ് ദ ലീവ് ലെറ്റർ എന്ന് പറയില്ല. വി കുഡിന്റ് അപ്ലൈ ഫോർ ലീവ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. കഠിനമായ വയറുവേദന എന്താ? സിവിയർ സ്റ്റമക് ഏക്ക്. സിവിയർ സ്റ്റമക് ഏക്ക് ആണ് കഠിനമായ വയറുവേദന. അപ്പൊ ഞാൻ സെന്റൻസ് ഉണ്ടാക്കി നോക്കൂ. വി വെയറന്റ് ഏബിൾ ടു അപ്ലൈ ഫോർ ലീവ് യെസ്റ്റർഡേ ഡ്യൂ ടു സിവിയർ സ്റ്റമക് ഏക്ക്. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ കാരണം പറയാം കേട്ടോ. ഡ്യൂ ടു സിവിയർ സ്റ്റമക് ഏക്ക്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വി വെയറന്റ് ഏബിൾ ടു, ഞങ്ങൾക്ക് ആ കഴിവുണ്ടായിരുന്നില്ല. എന്തിന്? അപ്ലൈ ഫോർ ലീവ്. വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്? വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്? അതെങ്ങനെ ചോദിക്കാം? അതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക സെന്റൻസ്? സാധാരണ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യാറില്ല അങ്ങനെ സെന്റൻസ് ആണ്. അപ്പൊ ഡുവോ ഡസ് വെച്ചിട്ടാണ് തുടങ്ങുക. അത് ഓർമ്മ വേണം. ഡു ആണോ ഡസ് ആണോ വരിക? നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാന്ന് പറയുമ്പോൾ ഡു, പ്ലൂറൽ അല്ലേ? ഇനി സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കുക? ഡു യു റൈറ്റ് ലീവ് ആപ്ലിക്കേഷൻസ് വിത്ത് യുവർ സ്റ്റൊമക്? നിങ്ങൾ സ്റ്റമക്ക് വെച്ചിട്ടാണോ ലീവ് ആപ്ലിക്കേഷൻസ് എഴുതാറ്? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു അപ്ലൈ ഫോർ ലീവ് ആണ്, റൈറ്റ് ദ ലീവ് ലെറ്റർ എന്ന് പറയില്ല. പക്ഷെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എഴുതുന്നത് വയറുകൊണ്ടാണോ, അതുകൊണ്ടാണ് ഇങ്ങനെ സെന്റൻസ് ഉണ്ടാക്കിയത് കേട്ടോ. ഇവിടെ ലെറ്റർ എന്ന് പറഞ്ഞില്ല, ലീവ് ആപ്ലിക്കേഷൻ കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാൻ നല്ലത്. ഡു യു റൈറ്റ് ലീവ് ആപ്ലിക്കേഷൻസ് വിത്ത് യുവർ സ്റ്റമക്? സ്റ്റമക് ഉപയോഗിച്ചാണോ നിങ്ങൾ ചെയ്യാറ്? ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും ചെയ്യാറ് എന്നുള്ള അർത്ഥമല്ലേ. അപ്പൊ ആ ഒരു ഇതിൽ വേണം നമ്മൾ ഡു ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇന്നലെ അതെങ്ങനെ പറയും?
യു യു എന്ന് പറഞ്ഞാൽ നീന്നും നിങ്ങളും രണ്ടും സിംഗുലറും പ്ലൂറലും ആയാലും അതിനെ യു എന്ന് വെച്ചിട്ട് നമുക്ക് പറയാട്ടോ. നിങ്ങൾ, യു. ഇന്നലെ, യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങളില്ല സാർ. ഇന്നലെ ഞങ്ങളില്ല സാർ, അതെങ്ങനെ പറയും? എന്നുവെച്ചാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതെങ്ങനെ പറയാ? വി വെറന്റ് ഹിയർ യെസ്റ്റർഡേ. വി വെർ നോട്ട് ഹിയർ യെസ്റ്റർഡേ കേട്ടോ. അതല്ല, ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. അതല്ല എന്ന് പറയുമ്പോ നോ സർ, വി വെറന്റ് ഹിയർ യെസ്റ്റർഡേ. ഇല്ല, ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇല്ല എന്നുള്ള അർത്ഥത്തില്. റോഡിൽ വെച്ച് പെൺകുട്ടി കാറിടിച്ചപ്പോ. റോഡിൽ വെച്ച് അതെങ്ങനെ പറയാ? ഓൺ ദ റോഡ്. ഓൺ ദ റോഡ്. പെൺകുട്ടി കാർ ഇടിച്ചപ്പോ അതെങ്ങനെ പറയാ? കാർ ഇടിക്കുക എന്നുള്ളത് ഹിറ്റ് ബൈ എ കാർ അങ്ങനെ പറയാം. when the girl was hit by a car. ആ പെൺകുട്ടിനെ കാർ ഇടിച്ചപ്പോൾ when the girl was hit by a car. ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ. അപ്പൊ നമ്മൾ പെർമിഷൻ ചോദിക്കണം അല്ലെ. അപ്പൊ എങ്ങനെ ചോദിക്കാം? മേ വി വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഷാൽ വി യൂസ് ചെയ്യാം. ഷാൽ വി ബിഗിൻ വർക്ക്? ഞങ്ങൾ ചെയ്തോട്ടെ എന്നുള്ള അർത്ഥത്തിൽ. വരട്ടെ അങ്ങനെ പറയാം. വരട്ടെ എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ വെയിറ്റ് അത് മതി. പക്ഷെ താടി. പക്ഷെ താടി. but the beard താടി. ഗ്ലാസ് മൂരി അതെങ്ങനെ പറയും? ടേക്ക് ഓഫ് യുവർ ഗ്ലാസസ്. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്, ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. പഴുത്ത് ചീഞ്ഞിരിക്കുക എങ്ങനെ പറയാം? ഹിസ് ഐസ് ആർ റെഡ് ആൻഡ് swollen. swollen എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീർത്തിരിക്കുക അല്ലെ. അപ്പൊ പഴുത്ത് ചീഞ്ഞിരിക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ റെഡ് ആൻഡ് swollen എന്ന് പറയാം നമുക്ക്. ഹിസ് ഐസ് ആർ റെഡ് ആൻഡ് swollen. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. കണ്ണട മാറ്റിയാൽ സാർ ഞെട്ടുന്ന മറ്റല്ലേ പറയണേ. അങ്ങനെ പറയാം. യു വിൽ ബി ഷോക്ക്ഡ് ഇഫ് ഹി ടേക്സ് ഓഫ് ഹിസ് ഗ്ലാസസ്. നിങ്ങൾ ഞെട്ടും. യു വിൽ ബി ഷോക്ക്ഡ് എപ്പോ? ഇഫ് ഹി ടേക്സ് ഓഫ് ഹിസ് ഗ്ലാസസ്. അത് തന്നെ ഇഫ് ഹി ടേക്സ് ഹിസ് ഗ്ലാസസ് ഓഫ് അങ്ങനെയും പറയാട്ടോ. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ. ഞങ്ങൾ തുടങ്ങട്ടെ ഡ്യൂട്ടി. ഷാൽ വി ബിഗിൻ വർക്ക് സർ? അങ്ങനെ ചോദിക്കാം. അപ്പൊ ഇത് വളരെ നോർമൽ ആയ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. സാധാരണ ജീവിതത്തിലൊക്കെ മിക്കവാറും ഉണ്ടാവും ഇങ്ങനത്തെ കോൺവെർസേഷൻ ആണ്. അതിനെ കുറച്ച് ഇംഗ്ലീഷ് രീതിയിൽ എങ്ങനെയാ പറയാന്നുള്ളതാണ്. പൊതുവെ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങനത്തെ തന്നെ കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മൂവി ഡയലോഗ്സ് ഇംഗ്ലീഷ് പഠിക്കാൻ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കോമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ രീതിയിൽ പറയാനൊക്കെ ഉണ്ടാവും അല്ലെ. അതൊക്കെ അങ്ങനെ നിങ്ങൾക്ക് വെറൈറ്റി രീതിയിൽ എന്തെങ്കിലും അറിയുമെങ്കിൽ അതും അറിയിക്കൂ കേട്ടോ കോമന്റ്സിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.